ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, കാരണം ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സീരീസിൽ നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ യൂത്ത് സഹകരണ സംഘത്തിന്റെ പ്രവർത്തന പരിധി എന്തായിരിക്കണം അല്ലെ? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, ഓർത്ത് വെച്ചേക്കുക. ഓപ്ഷൻ എയിൽ പറയുന്നു വിതിൻ 1 വില്ലേജ് അല്ലെ, ഒരു വില്ലേജിനുള്ളിലായിരിക്കണം. ഓപ്ഷൻ ബി വിതിൻ 1 പഞ്ചായത്ത്. ഓപ്ഷൻ സി വിതിൻ താലൂക്ക്. ഓപ്ഷൻ ഡി വിതിൻ 1 ഡിസ്ട്രിക്ട്. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? വിതിൻ ഡിസ്ട്രിക്ട് ആണ് അല്ലെ, വിതിൻ എ ഡിസ്ട്രിക്ട് ആണ്. ഒരു ജില്ലയ്ക്ക് ഉള്ളിലാണ് എന്തിന്റെ പ്രവർത്തന പരിധിയായിട്ട് വരുന്നത്? ഓർത്ത് വെച്ചേക്കുക, യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പ്രവർത്തന പരിധി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് അമെന്റ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്താണ് അല്ലെ, അമെന്റ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്താണ്. ഇപ്പൊ യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ചോദിക്കാം. ഏതാണ് സെക്ഷൻ? സെക്ഷൻ 2V ആണെന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ, യുവജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പറയുന്നത് ഇങ്ങനെയാണ്. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ടു പ്രൊമോട്ട് എന്റർപ്രണർഷിപ്പ്. അപ്പൊ എന്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ, ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജീസിനെ പ്രൊമോട്ട് ചെയ്യാൻ, പുതിയ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെ, ആൻഡ് സ്റ്റാർട്ടപ്പ് വിത്ത് ഒബ്ജക്ട്. അപ്പം ഇങ്ങനെയുള്ള ഓർത്ത് വെച്ചേക്കുക, എന്റർപ്രണർഷിപ്പ്, പുതിയ ടെക്നോളജീസ്, ഇന്നോവേഷൻസ്, പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എന്താ വളരെ സിമ്പിൾ ആണ് അല്ലെ. ദ ഒബ്ജക്ട് ടു ജനറേറ്റ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം. അതായത് ഒരു തൊഴിലും വരുമാനവും ഉറപ്പാക്കുക ആർക്ക്? യൂത്തിന് അല്ലെ, ആൻഡ് ദ വെൽഫെയർ ഓഫ് യൂത്ത് ആൻഡ് ഹാവിംഗ് ഇൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ 1 ഡിസ്ട്രിക്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട് പ്രവർത്തന പരിധി ഒരു ജില്ലയ്ക്കുള്ളിലായിരിക്കണം. ആസ് പെർ സെക്ഷൻ 2V ഡിഫൈൻ ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ഇതും ഒരുപാട് തവണ PYKയോട് ചോദിച്ചിട്ടുണ്ട്. ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അനുബന്ധ സ്ഥാപനമാണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്താണ്? അനുബന്ധ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ ഇവിടെ പറയാണ് ഈ അനുബന്ധ സ്ഥാപനത്തിന് അല്ലെങ്കിൽ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് നമുക്ക് ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക സഹായവും നൽകാമെന്ന് പറയുന്നുണ്ട്. അത് ഏതിൽ നിന്നും ആയിരിക്കണം? ഓപ്ഷൻ എയിൽ പറയുന്നു ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ്. ബാലൻസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ആയിരിക്കണമെന്ന് ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നു. ഓപ്ഷൻ ബിയിൽ പറയുന്നു അത് സംഘത്തിന്റെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് നൽകാമെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ പറയുന്നു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന്. അപ്പൊ ഏതാണ് മക്കളെ ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓർത്ത് വെച്ചേക്കുക, ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ബാലൻസ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ സെക്ഷൻ 14A എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നത്? പറയുന്നുണ്ട് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അംഗങ്ങളുടെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അനുബന്ധ സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ അവിടെ ഈ 14AA ഇതിനെ കുറിച്ച് പറയുക. 14AA സബ്സെക്ഷൻ 2A പറയുക കേട്ടോ. സബ്സെക്ഷൻ 14AA സബ്സെക്ഷൻ 2A ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ or financial assistance to the subsidiary institution shall be met from the balance net profit of the society. അല്ലേ, shall be met from the balance net profit of the society. ഓക്കെ, പറയുന്നുണ്ട് as provided under section 56 subsection 2. ഇപ്പൊ സെക്ഷൻ 56 ആണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് പറയുക. അവിടെ സബ്സെക്ഷൻ 2 പ്രകാരം വേണമെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കുറെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം തുക മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് വേണമെങ്കിൽ ഫണ്ട് അനുവദിക്കാം. ഒന്നുകിൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കാമെന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരം. ഇപ്പോൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളാണ്. റിസർവ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടൊക്കെയാണ് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പറഞ്ഞത്. ബാക്കി അത്രയും കൊടുത്തതിന് ശേഷം ഫണ്ട് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനെ സഹായിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാവിംഗ് RBI ലൈസൻസ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു മെമ്പറിന് മാക്സിമം കൈവശം വെക്കാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നാണ് ചോദ്യം.
അല്ലേ? എന്താ അർത്ഥം നോക്കുക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന, അത് മനസ്സിലാക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന കേട്ടോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന പറയുന്നുണ്ട്, വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു മെമ്പറിന് മാക്സിമം എത്രത്തോളം ഷെയർ ആണ് കൈവശം വെക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എയിൽ പറഞ്ഞു 5% ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്, ബാങ്കിന്റെ ഷെയർ ക്യാപിറ്റലിന് 5% വരെ. ഓപ്ഷൻ ബി പറഞ്ഞു 5% ഓഫ് ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്, അതായത് നമ്മുടെ ബാങ്കിന്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന് 5% വരെ. ഓപ്ഷൻ സിയിൽ പറയാണ് 10% ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്, ബാങ്കിന്റെ ഷെയർ ക്യാപിറ്റലിന്റെ 10% വരെ. ഓപ്ഷൻ ഡിയിൽ പറയുന്നു 5% ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക്. ഏതാണ് ഇത് ആൻസർ വരിക? ഇതും എന്തിൽ കൂടെ കൊണ്ടുപോകുന്നതാണ്? ഇതും അമെന്റ്മെന്റിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് അല്ലേ? ഇതെല്ലാം എന്താണ്? അമെന്റ്മെന്റിൽ കൂടെ കൊണ്ടുപോകുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർ എവിടെയാണ് പരാമർശിക്കുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഓഫ് ഷെയർ സെക്ഷൻ 22 പരാമർശിക്കുന്നത്. അവിടെ ഒരു പ്രൊവിഷൻ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യവസ്ഥയായിട്ട് പറയുകയാണ്, പ്രൊവൈഡഡ് ദാറ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ can hold in an urban bank having Reserve Bank of India license is limited to 5% of the value of total paid up share capital of the bank എന്നാ പറയുക. 5% ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. 5% ഓഫ് ദി വാല്യൂ ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ്, ടോട്ടൽ പെയ്ഡ് അപ്പ് എന്നും കൂടെ നിങ്ങൾ ഓർത്തേക്കണം. ടോട്ടൽ പെയ്ഡ് അപ്പ്, ഓക്കെ, ടോട്ടൽ പെയ്ഡ് അപ്പ് നമ്മുടെ ബാങ്കിന്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 5% വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന, അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു അംഗത്തിന് കൈവശം വെക്കാൻ പറ്റുന്നത് ആസ് പെർ സെക്ഷൻ 22 എന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the cooperative arbitration court on receipt of reference of a dispute shall pass an award. അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിന് മുൻപാകെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാളുകൾക്കായിട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അതിന്മേൽ അവാർഡ് പാസ്സാക്കണം അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കണമെന്നാണ് പറയുക. അവാർഡ് പറഞ്ഞ വിധിയാണ്, വിധി പ്രഖ്യാപിക്കണം. ഓപ്ഷൻ എയിൽ പറയുന്നത് വിതിൻ 3 months അല്ലെ. ഓപ്ഷൻ എയിൽ പറയാണ് 3 മാസത്തിനാവുമെന്നാണ് ഓപ്ഷൻ എയിൽ പറയുക. ഓപ്ഷൻ ബിയിൽ പറയാണ് വിതിൻ 1 year അല്ലെ, 1 വർഷത്തിനകം മതി. ഓപ്ഷൻ സിയിൽ പറയാണ് വിതിൻ 6 മാസം അല്ലെ. ഓപ്ഷൻ സിയിൽ പറയാണ് എന്താണ് 6 മാസത്തിനാവുമെന്നാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത് അല്ലെ. ഓപ്ഷൻ സിയിൽ പറയാണ് 6 മാസത്തിനാവുമെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ പറയാണ് വിതിൻ 3 year. എത്രയാണ് അവിടെ ആൻസർ വരിക? എത്രയായിരിക്കും അവിടെ ആൻസർ വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. 3 മാസത്തിനകമാണോ, 1 വർഷത്തിനകമാണോ, 6 മാസത്തിനകമാണോ, 3 വർഷത്തിനകമാണോ അറിയാം അല്ലെ. വിതിൻ 1 year ആണ്, 1 വർഷത്തിനകമായിട്ട് വിധി പ്രഖ്യാപിക്കണം അല്ലെ. സെക്ഷൻ 70 അതിനെക്കുറിച്ച് പറയുന്നത്. അവാർഡ്, വിധി എന്ന് പറയും. സെക്ഷൻ 69 പ്രകാരമാണ് പരാതി കൊടുക്കുന്നത്. നമുക്കറിയാം മോണിറ്ററി ധനപരമായ തർക്കമാണെങ്കിൽ RCSന്റെ മുൻപാകെ, നോൺ മോണിറ്ററി ആണെങ്കിൽ ആരുടെ മുൻപാകെയാണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ നമ്മൾ കേസ് ഫയൽ ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 5ാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ടാണ്. ദ എൻറോൾമെന്റ് ഓഫ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റർ ഓർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി may either ratify or deny any such membership by the elected committee within. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ എന്ത് നൽകാം? അവരുടെ ഭരണ സമയങ്ങളിൽ അംഗങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് നൽകാം അല്ലെ. മെമ്പർഷിപ്പ് നൽകാൻ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. അപ്പൊ അവർ നൽകിയ മെമ്പർഷിപ്പ്, അതായത് നമ്മൾ പറയും നിലവിൽ ഇപ്പോൾ ഒരു സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെയോ ഭരണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ അവർക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്കോ എന്ത് നൽകാം? മെമ്പർഷിപ്പ് നൽകാം. ഓക്കെ, പക്ഷെ അവർ നൽകുന്ന മെമ്പർഷിപ്പ് ഇനി പുതിയതായി തെരഞ്ഞെടുപ്പിലൂടെ കയറി വരുന്ന കമ്മിറ്റി, ഇലക്ടഡ് കമ്മിറ്റി എന്ത് ചെയ്യണം? ഓൾറെഡി ഈ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നൽകുന്ന മെമ്പർഷിപ്പ് അവർ സാധൂകരിക്കണം, റാറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. ഒന്നുകിൽ അവർക്ക് സാധൂകരിക്കും, അല്ല ഓക്കെ ആണെങ്കിൽ സാധൂകരിക്കും, എങ്കിലേ റൈറ്റ്സുകൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? ഡിനൈ, എന്ത് ചെയ്യും? തിരസ്കരിക്കും. അപ്പോൾ അത് എത്ര നാളുകൾക്കാവാട്ട് ഈ കാര്യം ചെയ്യണമെന്നാണ് പറയുക. അതായത് അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നൽകിയ മെമ്പർഷിപ്പ് ഈ പുതിയതായിട്ട് തെരഞ്ഞെടുത്ത് വരുന്ന കമ്മിറ്റി ഒന്നെങ്കിൽ ആ മെമ്പർഷിപ്പ് റാറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിനൈ ചെയ്യണം. എത്ര നാളുകൾക്കാവുമ്പോൾ അവർ അതിന്മേൽ തീരുമാനം എടുക്കണം? ഓപ്ഷൻ എയിൽ പറയുന്നു 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ് എടുത്ത് 1 വർഷത്തിനുള്ള. ഓപ്ഷൻ ബി പറയുന്നു പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷന്റെ അന്ന് മുതൽ 6 മാസത്തിനകം. ഓപ്ഷൻ സിയിൽ പറഞ്ഞ 5 year ഫ്രം ദ ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ് എടുത്ത് 5 വർഷത്തിനകം. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു പീരീഡ് ഓഫ് 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷന്റെ അന്ന് മുതൽ 9 മാസത്തിനകം. അറിയാം അല്ലെ, 1 വർഷത്തിനകമായിട്ട് മതി, ചാർജ് എടുത്ത് 1 മാസത്തിനകമായിട്ട് മതി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരിത് ഡിനൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരസ്കരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഡിനൈ ചെയ്തു എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 5 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബാക്കി കാര്യങ്ങൾ നമുക്കിനി വരും ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള സീരീസുകളായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം 5 ക്വസ്റ്റ്യനും വെച്ച് പഠിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും വിജയിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.